ക്ലീൻ കേരള കാസർഗോഡ് ജില്ലയുടെ സോർട്ടിംഗ് ആൻഡ് സെഗ്രിഗേഷൻ ഫെസിലിറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ആരംഭിക്കാൻ പോവുകയാണ്. ഈ യോഗത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ ബഹുമാനിയ ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ യോഗത്തെ നിയന്ത്രിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുകയാണ്. തന്റെ സ്വരശൈലിയിലും അർപ്പണ മനോഭാവത്തിലും പ്രവർത്തന മികവിലും കേരള ക്ലീൻ കേരളയെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുകയും കാസർഗോഡ് ജില്ലാ ക്ലീൻ കേരളയെ കമ്പനിയുടെ ലക്ഷ്യപ്രാപ്തിക്കായി നിരന്തരം പ്രവർത്തിക്കുകയും ജില്ലയുടെ ചിരകാല സ്വപ്ന പദ്ധതിയായ ഗ്രീൻ പാർക്കിനായി രാപ്പകൽ അധ്വാനിച്ച ബഹുമാന്യനായ ക്ലീൻ കേരള മാനേജിംഗ് ഡയറക്ടർ GK സുരേഷ് കുമാർ അദ്ദേഹത്തെ സ്വാഗത ഭാഷണത്തിനായി നിങ്ങൾ ഏവരേർക്കും വേണ്ടി ക്ഷണിച്ചുകൊള്ളുകയാണ്. ഉദ്ഘാടന മഹാ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ഈ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ആദരണീയനായ സ്ഥലം MLA KKM അഷ്റഫ്, ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സന്ദേശം അദ്ദേഹം അറിയിക്കും. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് അദ്ദേഹം ക്രമീകരിച്ചിരുന്നത്. ശാരീരികമായ വലിയ അസുഖം ബാധിച്ചതിനാൽ അദ്ദേഹം ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. ഓൺലൈനായിട്ട് ഈ പരിപാടിയിൽ ഉദ്ഘാടന സന്ദേശം അറിയിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് സാർ, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി KV സുജാത, അതുപോലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശ്രീമതി KV സരസ്വതി, ശ്രീമതി TV ശാന്ത നീലേശ്വരം ചെയർപേഴ്സൺ, ശ്രീ അബ്ബാസ് ബീഗം ചെയർപേഴ്സൺ കാസർഗോഡ് നഗരസഭ, സുബ്ബണ്ണ ആൽവ പ്രസിഡന്റ് പുത്തിക പഞ്ചായത്ത്, ശ്രീ നാരായണ നായിക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ശ്രീമതി ചന്ദ്രാവതി M ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജനാർദ്ദന പൂജാരി K വാർഡ് മെമ്പർ പുത്തിക പഞ്ചായത്ത്, ശ്രീ CA സുബൈർ ഏരിയ സെക്രട്ടറി CPIM, ശ്രീമതി രാമകൃഷ്ണൻ കടമ്പ ശ്രീ സെക്രട്ടറി CPIക്ക് വേണ്ടി പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് PK മോഹനൻ DCC പ്രസിഡന്റ്, ശ്രീമതി LK അശ്വിനി ജില്ലാ പ്രസിഡന്റ് BJP, ശ്രീ അസീസ് കടപ്പുറം ജനറൽ സെക്രട്ടറി KNL കാസർഗോഡ്, ശ്രീ കല്ലട മാഹീൻ ഷാജി ജില്ലാ പ്രസിഡന്റ് IUML കാസർഗോഡ്, EK മുഹമ്മദ് കോയി, ശ്രീമതി ഷൈനിയാർ ജോയിന്റ് ഡയറക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശ്രീ ജയൻ P ജില്ലാ കോർഡിനേറ്റർ ശുചിത്വ മിഷൻ, ശ്രീ K ബാലകൃഷ്ണൻ ജില്ലാ കോർഡിനേറ്റർ നവകേരളം കർമ്മ പദ്ധതി, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന മറ്റ് നേതാക്കന്മാർ, ശ്രീ രതീഷ് കുമാർ തുടങ്ങിയുള്ള ഉദ്യോഗസ്ഥന്മാർ, പ്രിയമുള്ള ഹരിതകർമ്മസേന അംഗങ്ങളെ, ക്ലീൻ കേരള കമ്പനിയുടെയും അതുപോലെ തന്നെ ഈ പരിപാടി വീക്ഷിക്കാനെത്തിയിട്ടുള്ള പ്രിയങ്കരായ നാട്ടുകാരെ, നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയിൽ വളരെ മുന്നിലെത്തിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലോടുകൂടി സംസ്ഥാനത്തെ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയിൽ വലിയൊരു നേട്ടം കൈവരിക്കാനും നമുക്ക് ആർജിച്ചിട്ടുണ്ട്. കേരളം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് വഴികാട്ടിയാണ്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനം പല കാര്യങ്ങളിലും മുന്നിലെത്തുന്നത് പോലെ തന്നെ മാലിന്യ സംസ്കരണ കാര്യത്തിൽ രാജ്യത്തൊരു വേറിട്ട മാതൃകയാണ് ക്ലീൻ കേരള കമ്പനി. ക്ലീൻ കേരള കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ
തരംതിരിച്ച് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയത് 2021 ജനുവരി 26 അറിയാമല്ലോ, റിപ്പബ്ലിക് ദിനമാണ്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് തരംതിരിക്കാൻ തുടങ്ങിയത്. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇതിനകം തന്നെ ഏകദേശം 33 കോടി രൂപ ഹരിതകർമ്മസേനയ്ക്ക് സംസ്ഥാനത്ത് കമ്പനിക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഒട്ടും ചെറിയ ഒരു കാര്യമല്ല. അത് ആർജിക്കാൻ കഴിഞ്ഞ കമ്പനിയുടെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അതിന് നേതൃത്വം നൽകിയതാകട്ടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുമാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഞങ്ങൾക്കും അക്കാര്യത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ വേളയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് നിഷ്ക്രിയ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക സംവിധാനം തന്നെ, അതിനൊരു ക്രമമായ രീതി ഉണ്ടാക്കിയതും ക്ലീൻ കേരള കമ്പനിയുടെ ഇടപെടലോടുകൂടിയാണ്. ആ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി എടുക്കുന്നതിനാണ് ഇത്തരത്തിലെ ജില്ലാ RRFകൾ, ഗ്രീൻ പാർക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ധനം നൽകിയത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ്. റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 9790 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള കെട്ടിടം, അതുപോലെ കോമ്പൗണ്ട് വാൾ, അഗ്നിശമന സംവിധാനം, കസ്റ്റമൈസ്ഡ് കൺവെയർ ബെൽറ്റ്, ബെയിലിംഗ് മെഷീൻ, മഴവെള്ള സംഭരണി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പ്ലാന്റിന്, ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനെ ഗ്രീൻ പാർക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ് അറിയപ്പെടുന്നതും. ഇതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം 3.81 കോടി രൂപയാണ് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്ലാന്റ്, തൃശ്ശൂരിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പത്തനംതിട്ട കുന്നന്താനത്ത് റീസൈക്ലിംഗ്, പുനഃചംക്രമണം ചെയ്യുക. ഇവിടെ തരംതിരിച്ച് ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ തരംതിരിച്ച് അത് വാല്യൂ ആഡഡ് മെറ്റീരിയലായിട്ട് മാറ്റി അതിനെ റീസൈക്കിൾ ചെയ്ത്, അതായത് പുനഃചംക്രമണം ചെയ്ത് വീണ്ടും നമ്മുടെ കയ്യിൽ അത് നമ്മൾക്ക് ആവശ്യമായ ചെടിച്ചട്ടിയായിട്ടും കോരിയായിട്ടും വീട്ടിലാവശ്യമായിട്ടുള്ള മഗ്ഗായിട്ടും ബക്കറ്റായിട്ടും ഒക്കെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് എത്തുന്ന ഒരു പ്രവർത്തനം നടക്കുന്നത് പത്തനംതിട്ട കുന്നന്താനത്താണ്. അവിടെയാണ് റീസൈക്ലിംഗ് പാർക്ക് ക്ലീൻ കേരള കമ്പനി തയ്യാറാക്കിയിട്ടുള്ളത്. അതും റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതും തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്ലാന്റിൽ ഏകദേശം 40ഓളം പേർക്ക് തൊഴിൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതെല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വനിതകളായിട്ടുള്ള ആളുകളെ ഇതിനകം തന്നെ അത് തയ്യാറായി കഴിഞ്ഞു. അവരാണ് ഏറ്റവും പുറകിൽ യൂണിഫോമായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയങ്കരായ ഈ നാട്ടിലെ ബഹുമാനപ്പെട്ട വനിതകൾ. അവരുടെ നേതൃത്വത്തിലാണ് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നത്. അത് ഒരു ദിവസം ശരാശരി തുടക്കത്തിൽ 5 ടൺ മെറ്റീരിയൽ കൈകാര്യം ചെയ്യാനും അത് കഴിഞ്ഞ് ഒരു 15 ടൺ മെറ്റീരിയൽ ഒരു ദിവസം തരംതിരിച്ച് അതിൽ നിന്നും പരമാവധി നിഷ്ക്രിയ മാലിന്യങ്ങൾ, ഇത് നമ്മുടെ സംസ്ഥാനത്തൊരു ബിസിനസ്സാണ്. ശരിയായ വണ്ണം ചെയ്യേണ്ട ബിസിനസ് ആണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത്തരത്തിൽ നല്ല രീതിയിൽ വിഭാവന ചെയ്തുകൊണ്ട് പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദോഷം വരാതെ, നമ്മുടെ നാട്ടിൽ ചില അനധികൃത ഏജൻസികളുണ്ട്. അവർ ഈ സാധനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തുകളിൽ പോയി ഞങ്ങളിത് ഫ്രീ ആയിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ് പഞ്ചായത്തിലിരിക്കുന്ന അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങുകയും ഇത് പല സ്ഥലങ്ങളിലും ഉപേക്ഷിക്കുന്ന സമീപനങ്ങൾ ഉണ്ട്. അതിനൊരു അറുതി വരുത്തുക എന്നതും ബഹുമാനപ്പെട്ട നമ്മുടെ സർക്കാരിൻ്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത്തരം പ്ലാന്റുകൾ എത്രത്തോളം മൂല്യവത്താക്കി എടുക്കാൻ കഴിയുമോ അത്രത്തോളം മൂല്യവത്താക്കി ഈ മെറ്റീരിയൽ മാറ്റി ആ രീതിയിൽ മൂല്യവത്തായിട്ടുള്ള മെറ്റീരിയൽ മാറ്റുകയും അതിൽ കുറച്ച് നിഷ്ക്രിയ മാലിന്യങ്ങൾ വരുന്നത് അത് കൃത്യമായി ചെയ്യേണ്ടത് സിമെന്റ് ഫാക്ടറിയിലാണ്. അല്ലാതെ വേറെ ഒരിടവും അതിനെ സംസ്കരിക്കാനുള്ള സംവിധാനമില്ല. അപ്പോൾ സിമെന്റ് ഫാക്ടറിയിലെ ശാസ്ത്രീയമായി അത് പ്രോസസ്സ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫർണസുകളുണ്ട്. അത് സെൻട്രൽ PCBയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അംഗീകരിച്ചിട്ടുള്ളതും അത് നിയമം അനുശാസിക്കുന്നതും അതാണ്.
അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ കത്തിക്കുന്നതിൻ്റെയും വലിച്ചെറിയുന്നതിൻ്റെയും ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ആളുകൾ ആണ് എല്ലാ ആളുകളും. ആ പ്രശ്നങ്ങൾ നമുക്ക് സമ്പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. ക്യാൻസർ, അതുപോലെ തന്നെ നാഡീ സംബന്ധമായ രോഗങ്ങൾ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു ഹേതു ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ പാഴ്വസ്തുക്കളും കത്തിക്കുമ്പോൾ അതിലുള്ള ഫ്യുറാൻ, ഡയോക്സിൻ തുടങ്ങിയ വിഷവാതകങ്ങളാണ്. അതിന് കാരണമാകുന്ന വാതകങ്ങളാണ്. അപ്പോൾ ഇത് എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ ഇതെവിടെയാ പോകുന്നത്? ഇതൊഴുകി പുഴ വഴി കടലിൽ പോവും. കടലിൽ പോയാൽ അതെന്താവും? കടൽ വെള്ളത്തിന്റെ ഭാഗമാവും. കടൽ വെള്ളത്തിന്റെ ഭാഗമായാൽ ആ കടൽ വെള്ളം വറ്റിച്ച് ഉപ്പെടുക്കും. ആ ഉപ്പ് കഴിക്കുന്ന നമ്മൾ എല്ലാവരിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ പ്ലാസ്റ്റിക്കിന്റെ അംശം, മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അംശം എത്തുന്നു. ഈ അസുഖത്തിനെല്ലാം നമ്മൾ ഹേതുവാകും. ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന ഒട്ടേറെ ക്ലിനിക്കുകൾ ഒന്നാണ് വന്ധ്യതാ നിവാരണ ക്ലിനിക്ക്. വന്ധ്യതാ നിവാരണ ക്ലിനിക്കുകളുടെ എണ്ണം കൂടുന്നതിൻ്റെ ഒരു കാരണവും പരിസ്ഥിതിയെ സംരക്ഷിക്കാതെ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ വലിച്ചെറിയുന്നതിൻ്റെ ഒരു ഘടകം കൂടെയാണ്. ഏറ്റവും അവസാനം കഴിഞ്ഞ വർഷം വന്ന ഒരു പഠന റിപ്പോർട്ടിൽ തന്നെ വന്നു. എന്താണ്? അമ്മയുടെ മുലപ്പാലിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു. അത്രമാത്രം വിഷമയമാക്കുന്ന ഒരു വസ്തുവാണ് നമ്മുടെ ജീവനും ജീവിതത്തിനും. അതുപോലെ തന്നെ നമ്മൾ മാത്രമുള്ളതല്ലല്ലോ. ഈ തലമുറ എന്ന് പറയുന്നത് നമ്മളിലൂടെ അവസാനിക്കുന്നതല്ല. ഈ ഭൂമിയിലെ താൽക്കാലിക ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാം കൈയൊഴിയുമ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ട ഭൂമിയെ ആരോഗ്യത്തോടെ അതുപോലെ തന്നെ നല്ല കരുത്തോടു കൂടി കൈമാറാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഇടപെടലോടുകൂടി ഇത്തരം പ്ലാന്റുകൾ എല്ലായിടവും സ്ഥാപിക്കുന്നത്. അത് നമ്മൾ ഓരോരുത്തരും തന്നെ വളരെ നന്നായി ഇതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജാഗ്രത കാണിക്കുകയും, ഇതിപ്പോൾ ഖരമാലിന്യമാണ്, അതുപോലെ തന്നെ ജൈവമാലിന്യമുണ്ട്, അതുപോലെ തന്നെ സെപ്റ്റേജ് മാലിന്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ യഥാവധി സംസ്കരിക്കാനുള്ള ശാസ്ത്രീയ സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഒരു പ്രാദേശിക ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനും അതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് സാറിനും കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്ലാന്റിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേരും. അവർ ശേഖരിക്കാതെ വരുന്ന ഏതെങ്കിലും പാഴ്വസ്തുക്കൾ, ചിലപ്പോൾ വീട് റെനോവേഷന്റെ, വീട് പാലുകാച്ചന്റെ, വീട്ടിൽ കയറി താമസിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ കയറി താമസിക്കുമ്പോൾ കുറേ വേസ്റ്റുകൾ പെട്ടെന്നുണ്ടാവും. ചിലപ്പോൾ അന്ന് ഹരിതകർമ്മസേന ചിലപ്പോൾ ആ ദിവസം കിട്ടിയെന്ന് വരില്ല. അവർക്ക് അന്ന് എന്ത് ചെയ്യണം? ഇത് മാറ്റണം, ഇവിടെ കൊണ്ടു കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ കൊണ്ടു കൊടുക്കാനും ഉള്ള സൗകര്യമുണ്ട്. അതാണ് ഇക്കോ ബാങ്ക്. നമ്മുടെ ജില്ലയിൽ 2 ഇക്കോ ബാങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. നീലേശ്വരത്ത് ഒന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഇവിടെ വേറൊന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ എവിടെ ഒരിടവും ആരും വലിച്ചെറിയേണ്ട കാര്യമില്ല. ഒരു ദിവസം ഹരിതകർമ്മസേനയ്ക്ക് വരാൻ കഴിഞ്ഞില്ല, നമുക്ക് ആ വേസ്റ്റ് നീക്കം ചെയ്യേണ്ടതുണ്ട്, അവരെ കാത്തു നിൽക്കേണ്ടതില്ല. കൃത്യമായി ഇവിടെ കൊണ്ടു കൊടുത്താൽ അതിൽ വിലയുള്ള സാധനത്തിന് വില അങ്ങോട്ട് തരും. വിലയില്ലാത്ത സാധനം സിമന്റ് ഫാക്ടറിയിലാണ് സംസ്കരിക്കുന്നത്, അതിനാവശ്യമായിട്ടുള്ള ചെറിയൊരു ഫീസ് ഇവിടെ ഈടാക്കുകയും ചെയ്യും. ഇതിനർത്ഥം നമ്മുടെ വീടുകളിൽ ശേഖരിക്കാൻ 100% വാതിൽപ്പടി ശേഖരിക്കാൻ ഹരിതകർമ്മസേന നല്ല സജ്ജമായിട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും വീട്ടിലിരിക്കുന്ന വേസ്റ്റ് സമയത്തിന് നീക്കം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊണ്ടുകൊടുക്കാനും അത് വാങ്ങാനുമുള്ള ഒരു സംവിധാനവും നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ക്ലീൻ കേരള കമ്പനി ഇക്കോ ബാങ്ക് എന്നുള്ള സംവിധാനം കൂടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ എല്ലാ ജില്ലകളിലും അത്തരം ഇക്കോ ബാങ്കുകളുണ്ട്. അത്തരം സംവിധാനങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് വളരെ
ആർജവത്തോടു കൂടിയ പ്രവർത്തനമാണ് നടക്കുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. കുറച്ച് സ്വാഗത പ്രസംഗത്തിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട വന്നത് ഈ പദ്ധതി വിശദീകരണവും അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റ് കാര്യങ്ങളും ചുമതല ഏറ്റിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനത്തെ സ്പെഷ്യൽ സെക്രട്ടറി ശ്രീമതി അനുപമ TV IAS വേറൊരു അത്യാവശ്യ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയില്ല എന്ന് കൂടെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിക്ക് ആദ്യമായി സ്വാഗതം പറയേണ്ടത് നമ്മുടെ അധ്യക്ഷത വഹിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണനാണ്. തുടക്കം മുതലേ ഇതിൻ്റെ സ്വാഗത സംഘവും ഇതിൻ്റെ പരിപാടികളിലുമൊക്കെ തന്നെ നന്നായി കമ്പനിയെ സഹായിച്ചുകൊണ്ട് ഇടപെട്ട് നിൽക്കുന്ന ശ്രീമതി ബേബി ബാലകൃഷ്ണന് ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ MKM അഷറഫ് സാറിന് ആദരപൂർവ്വം സ്വാഗതം പറയുകയാണ്. ഈ പരിപാടിയിൽ ചില അസൗകര്യങ്ങൾ അറിയിച്ചിട്ടുള്ള നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത കേരളത്തിൻ്റെ പ്രിയങ്കരനായ മന്ത്രിക്ക് ഹാർദമായി സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം എല്ലാവിധത്തിലുള്ള പിന്തുണയും അറിയിച്ചിട്ടുള്ള ശ്രീമതി അനുപമ TV IAS, അതുപോലെ തന്നെ ശ്രീ M രാജഗോപാൽ തൃക്കരിപ്പൂർ MLA, ശ്രീ E ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട് MLA, ശ്രീ CH കുഞ്ഞമ്പു ഉദുമ MLA, ശ്രീ NA നെല്ലിക്കുന്ന് കാസർഗോഡ് MLA, ജില്ലാ കളക്ടർ ശ്രീ K ഇമ്പശേഖർ IAS, ശ്രീ UV ജോസ് ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ശ്രീമതി ഷമീന ടീച്ചർ പ്രസിഡന്റ് മഞ്ചേശ്വരം ബ്ലോക്ക് എന്നിവർക്കും ഹാർദമായി അവരുടെ അസാന്നിധ്യത്തിലും സ്വാഗതം അറിയിക്കുകയാണ്. ശ്രീമതി KV സുജാത ചെയർപേഴ്സൺ കാഞ്ഞങ്ങാട് നഗരസഭയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. TV ശാന്ത ചെയർപേഴ്സൺ നീലേശ്വരം നഗരസഭ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അബ്ബാസ് ബീഗം ചെയർപേഴ്സൺ കാസർഗോഡ് നഗരസഭ ഇല്ല. ശ്രീമതി KV സരസ്വതി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കാഞ്ഞങ്ങാട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി ശ്രീമതി ജയന്തിയെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ നാരായണ നായിക് ജില്ലാ പഞ്ചായത്ത്, ശ്രീമതി ചന്ദ്രാവതി M ബ്ലോക്ക് മെമ്പർ, ശ്രീ ജനാർദ്ദൻ പൂജാരി വാർഡ് മെമ്പർ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ CA സുബൈർ വന്നിട്ടില്ല. ശ്രീ രാമകൃഷ്ണ കടമ്പാൽ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഡ്വക്കേറ്റ് PK ഫൈസൽ ഇല്ല. ശ്രീമതി LK അശ്വിനി ഇല്ല. അസീസ് കടപ്പുറം ഇല്ല. കല്ലട മാഹിൻ ഹാജി, TK മുഹമ്മദ് അദ്ദേഹത്തെ ഹാർദമായി പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു. IUMNL വേണ്ടി
നമ്മുടെ ജോയിന്റ് ഡയറക്ടർ ഇന്നലെ മുതലേ ഈ പരിപാടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെയുണ്ട്. ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ക്ലീൻ കേരള കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സഹായത്തോടെയാണ്. ആ ഷെയർ ആണ് കമ്പനിയുടെ 13.5 കോടിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ ഉള്ള നമ്മുടെ നഗരസഭകൾ, ഈ ജില്ലയിലെ നഗരസഭകളുടെ കമ്പനിയുടെ ലാഭവിഹിതം ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അത് വിതരണം ചെയ്യുന്നത് ശ്രീമതി ഷൈനി ആർ, നമ്മുടെ JD ആണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ശ്രീമതി ഷൈനി ആറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ജയൻ, ജില്ലാ കോർഡിനേറ്റർ ശുചിത്വ മിഷനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ K ബാലകൃഷ്ണൻ, ജില്ലാ കോർഡിനേറ്റർ നവകേരളം കർമ്മ പദ്ധതി, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലക്ഷ്മി PB, നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾമെന്റിന്റെ എൻവയോൺമെന്റൽ എഞ്ചിനീയറെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ കോർഡിനേറ്റർ കുടുംബശ്രീ ശ്രീ രതീഷ് കുമാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സജിത് K, ജില്ലാ മാനേജർ വ്യവസായ കേന്ദ്രം. വ്യവസായ വകുപ്പിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യവസായ വകുപ്പിന്റെ അസോസിയേഷൻ പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ രത്നാകരൻ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ ഞാൻ തിരുവനന്തപുരത്തുകാരനായതുകൊണ്ട് തന്നെ നേരിട്ട് ചില അറിവിൻ്റെ നേരിട്ടുള്ള പരിചയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വാഗത പ്രസംഗത്തിൽ ചില പേരിൻ്റെ ഒരു ഗ്യാപ്പ് വന്നത്. ക്ഷമിക്കണം എല്ലാവരും. എന്നാലും ഈ പരിപാടി പനത്തടി പഞ്ചായത്തിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി സുപ്രിയ മാഡത്തെയും ഹാർദമായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസിഡന്റ് ശ്രീ അബ്ദുൾ മജീദിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി, പേര് വിട്ടുപോയവരെയും അതുപോലെ തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാന്യനായ ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ നമ്മുടെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അവർകൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യാമെന്നേറ്റ് ഇന്ന് കടുത്ത പനി ബാധിച്ച് കിടപ്പിലായ നമ്മുടെ മന്ത്രി MP രാജേഷ് അവർകളുടെ ഒരു സന്ദേശം ഇവിടെ വായിക്കും, സന്ദേശം ഇവിടെ നൽകും. ബഹുമാനപ്പെട്ട മന്ത്രി, അതേപോലെ തന്നെ ഇവിടെ സ്വാഗതം പറഞ്ഞ ശ്രീ സുരേഷ് കുമാർ, ക്ലീൻ കേരള കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ, ഇവിടെ പങ്കെടുക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ, പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണ ആൾവ, അതേപോലെ തന്നെ ശ്രീ ജനാർദ്ദന പൂജാരി, ഇവിടെ പങ്കെടുക്കുന്ന പുത്തിക പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജയന്തി, കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി അടക്കമുള്ള ജനപ്രതിനിധികൾ, അതേപോലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ രാമകൃഷ്ണേട്ടൻ, അതേപോലെ തന്നെ EK മുഹമ്മദ് കുഞ്ഞി, നമ്മുടെ പ്രിയങ്കരിയായ ജോയിന്റ് ഡയറക്ടർ ഷൈനി മാഡം, അതേപോലെ തന്നെ ജില്ലാ കോർഡിനേറ്റർ ശുചിത്വ മിഷൻ ജയൻ അവർകൾ, ശ്രീലക്ഷ്മി PB എൻവയോൺമെന്റ് എഞ്ചിനീയർ, സജിത് കുമാർ ഇല്ല, പകരം വന്ന ജനറൽ മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം, കൃഷ്ണാട്ടൻ ജില്ലാ കോർഡിനേറ്റർ ക്യാമ്പയിൻ സെക്രട്ടേറിയറ്റ്, മിഥുൻ കൃഷ്ണൻ KV ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ, മിഥുൻ ഗോപി ജില്ലാ മാനേജർ ക്ലീൻ കേരള കമ്പനി,
ഇവിടെ പങ്കെടുക്കുന്ന മറ്റ് ജനപ്രതിനിധികളെ, കിൻകര കമ്പനിയുടെ പ്രതിനിധികളെ, നമ്മുടെ നാടിനെ വൃത്തിയായി സൂക്ഷിക്കുന്ന മാലാഖമാരായ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ ഹരിതകർമ്മസേന അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ, മറ്റ് രത്നാരേട്ടൻ അടക്കമുള്ള ഈ നമ്മുടെ ഈ ഒരു വ്യവസായ പാർക്കിൻ്റെ പ്രതികൾ, മറ്റ് ബഹുമാന്യരെ, ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾ ഷെയർ ഹോൾഡർമാരായി ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ജില്ലയിലെയും സംസ്ഥാനത്തെയും മാലിന്യത്തെ നീക്കം ചെയ്യാൻ വേണ്ടി ക്ലീൻ കേരള കമ്പനി എടുത്ത ഈ മുൻകൈയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. നമുക്കിന്ന് മാലിന്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മാലിന്യമെന്നും അതെവിടെ സംഭരിക്കണം, എവിടെ ശേഖരിക്കണം, എവിടെ സംഭരിക്കണം, എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നൊക്കെ തന്നെ പഠിച്ചു. അത് വെറുതെ പഠിച്ചതല്ല. ആദ്യം ഒന്നും നമുക്കും അറിഞ്ഞിട്ടുണ്ടായിട്ട 2 കൊല്ലാണ് നമ്മളെ പഠിപ്പിച്ചതല്ലേ. ആദ്യം നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഠിപ്പിച്ചു. ജൈവ മാലിന്യം ഏത്, അജൈവ മാലിന്യം ഏത്, എങ്ങനെ അത് തരംതിരിക്കാം അല്ലെ. 2021 നമ്മളത് പഠിക്കാൻ തുടങ്ങിയത്. 2024 നമ്മൾ പ്രഖ്യാപിക്കുന്നത് അല്ലെ. 2024 നമ്മളെ സംസ്ഥാനം മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. ആ 2 വർഷം ഞങ്ങൾ പഠിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. അതിനിടയ്ക്ക് പല പല പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്നുണ്ടായി. ഇപ്പോൾ പൊതുവെ എല്ലാവരും സ്വീകരിക്കലായി. ഹരിതകർമ്മ സേനാംഗങ്ങളെയും മാലിന്യമുക്തമാക്കാൻ വേണ്ടി അവർ നൽകുന്ന സേവനത്തെയൊക്കെ തന്നെ ഇപ്പോൾ അംഗീകരിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു 10 വർഷം മുമ്പ് അങ്ങനെയൊന്നുമല്ല. ഗായത്രിയുടെ നിൽക്കുന്നുണ്ട്. ഞാൻ 2016 മാലിന്യമുക്തത്തിന്റെ, കാരണം ഈ പ്രോജക്റ്റ് വരുന്നതിന് മുമ്പേ നമ്മുടെ സംസ്ഥാനത്ത് മാലിന്യമുക്തം കേരളം ഇപ്പോൾ അതിന് മിഥുനിലൂടെ അതിൽ നഗരസഭയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ, ആ പ്രോജക്റ്റ് എങ്ങനെ നടപ്പാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി നടത്താൻ ഞങ്ങളൊരു ടീമിനെ നിയോഗിച്ചു. അതിൻ്റെ ടീം ലീഡറായിരുന്നു ഞാനും പന്തടിയിലെ ഞാൻ മോഹൻകുമാറിനെയും അങ്ങനെയുള്ള 2-3 ആളെ കൂടി തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ നഗരസഭയിൽ ഒരു പഠനം, ഒരു പൈലറ്റ് സ്റ്റഡി നടത്തി. അതിൻ്റെ ഭാഗമായി പെട്ടെന്ന് കാസർഗോഡ് നഗരസഭയായിരുന്നു ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ആ കാസർഗോഡ് നഗരസഭയിൽ ആദ്യഘട്ട മീറ്റിംഗ് നടന്നപ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളും മാലിന്യം എടുത്താൽ പൈസ കൊടുക്കൂല. കാരണം അവർ വലിയ ചാക്ക് കൂമ്പാരാക്കി വെക്കുകയാണ് ഈ മറ്റേ പാമ്പേഴ്സും അതേപോലെ മറ്റ് കുട്ടികൾക്കുള്ള പാഡൊക്കെ തന്നെ അതൊക്കെ തന്നെ ഉപയോഗിച്ച് അത് 4-5 ചാക്കിലായി വീട്ടിൽ കെട്ടിവെക്കും. ആ 4-5 ചാക്ക് എടുത്താൽ മാത്രമേ മാലിന്യത്തിന്റെ ഒരു ചാക്ക് തരൂ, നിങ്ങൾക്ക് പൈസ തരൂ എന്നതായിരുന്നു കാസർഗോഡ് നഗരസഭയുടെ അല്ലെ പൊതുവെ ആൾക്കാരുടെ ഒരു ഇത്. കാസർഗോഡ് നഗരസഭയിൽ മാത്രമാണ് വന്നത്. മറ്റു സ്ഥലങ്ങളിലൊന്നും തന്നെ അന്ന് അത്തരത്തിലൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അന്ന് മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ മാലിന്യങ്ങൾ എങ്ങനെ കൂമ്പാരമായി വെച്ചുകൊണ്ട് ചെയ്യുന്നത് നഗരസഭകളിൽ മാത്രമായിരുന്നു. പിന്നീടാണ് അത് പഞ്ചായത്തുകളിലേക്ക് വരാനുള്ള ഒരു പൈലറ്റ് സ്റ്റഡി ആയിരുന്നു ഞാൻ പോയത്. അപ്പോൾ അതായിരുന്നു. അപ്പം ഗായത്രിയും അതേപോലെ തന്നെ ഗായത്രിയുടെ ടീമംഗങ്ങളും വന്ന് പറഞ്ഞതാണ്, നമുക്കൊന്നും പൈസ കിട്ടുന്നില്ല, വെറുതെ പോയി മാലിന്യം എടുത്തുകൊണ്ട് വരണം, ഒരാളും തരുന്നില്ല, മാലിന്യം തരുന്നില്ല, അവർ പൈസ തരൂല എന്ന് പറയുന്നത്. അങ്ങനെ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, കുറേ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. നമ്മൾ പൈസ കൊടുക്കൂല, നിങ്ങൾ എടുത്തോ, അത് ഗവൺമെന്റിന്റെ ഷെയർ ആയിട്ട് മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്നാ പിന്നെ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മത്സ്യം വാങ്ങുമ്പോൾ പ്ലാസ്റ്റിക് കവർ വാങ്ങണ്ട. ജാതിച്ചപ്പിലോ വാഴച്ചപ്പിലോ എല്ലാവരും എപ്പോഴും ബാഗിൽ സൂക്ഷിക്കുക. പേമ്പേഴ്സ് ആരും ഉപയോഗിക്കണ്ട. പണ്ട് ഉപയോഗിച്ച തുണിയോ അല്ലെങ്കിൽ അതേപോലുള്ള സാധനങ്ങൾ തന്നെ. ഇപ്പൊ വൃദ്ധന്മാർക്കടക്കം പേമ്പേഴ്സ് കെട്ടിക്കൊടുക്കുന്ന ശീലക്കാരമായി നമ്മൾ മാറി. അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ നാട് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മളും മാറുന്നു, അതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടുന്നു. ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അതിനെങ്ങനെ സംസ്കരിക്കാം എന്നത് മാത്രമാണ് ഇവിടെ പ്രശ്നം. ആ സംസ്കരിക്കാൻ സർക്കാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങൾ തരുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നടക്കുന്ന സംസ്കാരം കേരളത്തിന്റെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംസ്കാരത്തിലേക്ക് നമ്മളെ എല്ലാവരെയും മാറ്റി എടുക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു. പക്ഷെ ഈ വർഷം ഈ സമയമാകുമ്പോൾ എന്താ അവസ്ഥ? പല പഞ്ചായത്തും പ്ലാസ്റ്റിക് ഗ്ലാസ്സിലും പേപ്പർ ഗ്ലാസ്സിലും നമ്മൾ ഇപ്പോഴും സ്ഥിരം ചായ കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പോയ 2 പരിപാടിയിൽ എനിക്ക് പേപ്പർ ഗ്ലാസ്സിൽ ചായ കൊണ്ടിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ പറക്കി ചാടുമെന്ന് പറഞ്ഞു. അപ്പോഴേ അവിടെ ഇരുന്ന വാർഡ് മെമ്പറോട് അവിടെ പോയിട്ട് പറഞ്ഞു, ഇത് അങ്ങോട്ട് കൊണ്ടുപോയിരലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അതെല്ലാം അവിടെ വെച്ച് സ്റ്റീലിന്റെ ഗ്ലാസ് പോയി പഠിച്ച് കൊണ്ടുവന്ന് സ്റ്റീലിന്റെ ഗ്ലാസ് കഴുകണ്ട ആ ഒറ്റ മടിയാണ് ഈ ഗ്ലാസ് കൊടുക്കാൻ കാരണം. അപ്പൊ അതുകൊണ്ട് ഓരോ പഞ്ചായത്തും വളരെ കർശനമായി ഇടപെടണം. ഓരോ പരിപാടിയും
ക്ലീൻ കേരള ചട്ടങ്ങൾ പാലിച്ചിട്ടാണോ, ഹരിത ചട്ടങ്ങൾ പാലിച്ചിട്ടാണോ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തി വേണം ഓരോ പരിപാടിയും നടത്തണം. അത് പഞ്ചായത്തുകൾ മുൻകൈ എടുക്കേണ്ട, അതാത് വാർഡ് മെമ്പർമാർ മുൻകൈ എടുത്തുകൊണ്ട് നടത്തേണ്ട പദ്ധതിയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്തിൽ ഇതേപോലെ ഒരു പരിപാടി വെച്ചപ്പോൾ അവര് പേപ്പർ ക്ലാസ് കൊണ്ടുവരാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു പേപ്പർ ക്ലാസ് പറ്റില്ല, ഞങ്ങളെ അതും ബയോഡൈവേഴ്സിറ്റിയിലെ നമ്മളൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു വെച്ചത്. ഞാൻ പറഞ്ഞു പേപ്പർ ഗ്ലാസ് പറ്റൂല, ഒരു കാരണവശാലും പറ്റൂല, പിന്നെ സ്റ്റീൽ ഗ്ലാസ് പിന്നെ വാങ്ങിയേ പറ്റും. ഒന്നുകിൽ ചെമ്മനാട് പഞ്ചായത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ പള്ളിക്കര പഞ്ചായത്തിൽ പോയാൽ കിട്ടും, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പോയി അത് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ ഇത് എല്ലാവർക്കും ഓഡിറ്റോറിയങ്ങളിലും കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയങ്ങളിൽ 3 പായസം കൊടുക്കുന്നപ്പോഴേക്ക് 2 പിന്നെ പായസവും പേപ്പർ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. വെള്ളം മാത്രമാണ് ഈ പിന്നെ ക്ലീൻ ഇതിൽ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും ജയനെ ചീത്ത പറയലുണ്ട്, ഇത് നിങ്ങൾ ഇങ്ങനെ നമ്മൾ പ്രഖ്യാപിച്ചു പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നാൽ പോരാ, എല്ലായിടത്തും പോയിട്ട് പരിശോധിക്കണം. ഈ നമ്മുടെ പരിശോധനാ ടീം ഒന്നുകൂടി വളരെ ശക്തമായി ഫൈൻ ഏർപ്പെടുത്തിയാൽ മാത്രമേ നമുക്കിത് വളരെ കർശനമായി നമുക്ക് നടപ്പാക്കാൻ വേണ്ടി കഴിയും. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇന്ന് മന്ത്രിയുടെ 2ാമത്തെ പരിപാടി ജില്ലാ പഞ്ചായത്തിലായിരുന്നു. ആ പരിപാടി ഞങ്ങൾ മാറ്റിയിട്ടില്ല. 11 മണിക്കാണ് പരിപാടി. എല്ലാവരെയും അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ടാവും. ഏതായാലും ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ തരത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് വന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു സംസ്കാരം സ്ഥിരമായി കൊണ്ടുവരാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ മഞ്ചേശ്വരം MLA AK അഷ്റഫോട് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ പോവും. അധ്യക്ഷ സ്ഥാനം നമ്മുടെ പുത്തികെ പഞ്ചായത്തിന്റെ സ്വന്തം പ്രസിഡന്റ് സുബണ്ണ ആൽവയെ കൂടി ഏൽപ്പിക്കുകയാണ്. മിനിസ്റ്റർ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ മിനിസ്റ്ററുടെ വീഡിയോ നമുക്കിവിടെ പ്രദർശിപ്പിക്കാം. അതിനുശേഷം MLA സംസാരിക്കും. അടുത്തായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന വേദിയുടെ സെഷനാണ് നമ്മുടെ ബഹുമാനനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അവരുടെ ഉദ്ഘാടന ഭാഷണമാണ് നാം ഏവരെയും ഇനി കേൾക്കാൻ പോകുന്നത്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിലെ പുത്തികെ പഞ്ചായത്തിലെ അനന്തപുരത്ത് 3,81,85,000 രൂപ ചെലവിൽ RKI റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഫണ്ട് ഉപയോഗിച്ച് പണി പൂർത്തിയാക്കിയ ഡിസ്ട്രിക്ട് സോർട്ടിംഗ് ആൻഡ് സെഗ്രിഗേഷൻ ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് നേരിട്ട് എത്തിച്ചേരാൻ അതിയായ താൽപര്യമുണ്ടായിരുന്നു. എത്തിച്ചേരണമെന്നത് എന്റെ തന്നെ നിർബന്ധമായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അസുഖം ബാധിച്ചതിനെ തുടർന്നാണ് അവസാന നിമിഷം യാത്ര റദ്ദാക്കേണ്ടി വന്നത്. നേരിട്ട് വരാൻ കഴിയാത്തതിൽ അതിയായ ഖേദമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓൺലൈനായി ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അനന്തപുരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ 2 നിലകളിലായി ഏതാണ്ട് 10,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ് പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇതിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അഗ്നിശമന സംവിധാനം, കസ്റ്റമൈസ്ഡ് കൺവെയർ ബെൽറ്റ്, 2 ബെയിലിംഗ് മെഷീൻ, മഴവെള്ള സംഭരണി, എല്ലാ ആധുനിക സംവിധാനങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പണി ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ നേതൃത്വം കൊടുത്ത എല്ലാവരെയും, ക്ലീൻ കേരള കമ്പനിയെയും ഞാൻ ഈ സന്ദർഭത്തിൽ കൃത്യമായി അഭിനന്ദിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിദിനം 5 ടണ്ണും പിന്നീട് പ്രതിദിനം 15 ടൺ വരെയും സെഗ്രിഗേഷൻ നടത്താൻ സൌകര്യമുള്ളതാണ് ഈ പ്ലാന്റ്. പ്രൊജക്ട്സ് സിമന്റ് ഫാക്ടറികളിലേക്ക് അയക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ശരാശരി പ്രതിമാസം 400 ടണ്ണിലധികം പാഴ്വസ്തുക്കളാണ് ശേഖരിക്കുന്നത്. അതിൽ 100 ടൺ 4/1 മാത്രമാണ് തിരിച്ച് എത്തുന്നത്. ബാക്കിയുള്ളത് തരംതിരിക്കാനുള്ള സൌകര്യം ഈ പ്ലാന്റിൽ ഉണ്ടായിരിക്കും. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി വലിയ മുന്നേറ്റം നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹരിതകർമ്മസേന ഇതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് ഹരിതകർമ്മസേന വീടാന്തരം ശേഖരിക്കുന്ന മാലിന്യത്തിന്റെ അളവിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്.
2 വർഷം മുമ്പ് 51,000 ടണ്ണായിരുന്നെങ്കിൽ ഇന്നത് 1,52,000 ടണ്ണായിട്ട് വർദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ 15,200 കോടി കിലോഗ്രാം. 95% വീടുകളിൽ നിന്നും കേരളത്തിൽ ഹരിതകർമ്മസേന കടകളിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. അതിനു പുറമെ മറ്റ് സൗകര്യങ്ങളിലെല്ലാം വലിയ വർധനവുണ്ടായിട്ടുണ്ട്. മിനി MCF, MCF, RRF ഈ സൗകര്യങ്ങളിലെല്ലാം വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മുന്നേറ്റത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഗ്രീൻ പാർക്ക്. ഇങ്ങനെ ധാരാളം ആധുനിക പ്ലാന്റുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വന്നിട്ടുള്ളത്. കൊച്ചി ബ്രഹ്മപുരത്തെ CBG പ്ലാന്റിന്റെ പണി പൂർത്തിയായി. കോഴിക്കോട്ട് ഉടൻ ആരംഭിക്കുന്നു. പാലക്കാട്ട് ഉടൻ പണി പൂർത്തിയാവാൻ പോകുന്നു. വേറെയും 4 പ്ലാന്റുകൾ കൂടി വരാനിരിക്കുകയാണ്. ഇങ്ങനെ അനേകം ആധുനിക സൗകര്യങ്ങൾ നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരുക്കാനായിട്ടുണ്ട്. ക്ലീൻ കേരള കമ്പനി ഈ പ്രവർത്തനങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്ന സർക്കാർ സ്ഥാപനമാണ്. ഒരിക്കൽ കൂടി ക്ലീൻ കേരള കമ്പനിക്ക് അഭിനന്ദനങ്ങൾ. ഈ കുതിപ്പ് നമുക്ക് തുടരേണ്ടതുണ്ട്. എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദനങ്ങൾ. മറ്റൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഗ്രീൻ പാർക്ക് സന്ദർശിക്കാൻ, ഉദ്ഘാടനത്തിന് എത്തിച്ചേരാനായില്ലെങ്കിലും സന്ദർശിക്കാൻ മറ്റൊരു സന്ദർഭത്തിൽ വരുമെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാന്യ മന്ത്രി അവരുടെ ഉദ്ഘാടന ഭാഷണമാണ് നാം ശ്രവിച്ചത്. നമ്മുടെ പ്രിയ ശ്രീമതി ബാലകൃഷ്ണൻ അവരുടെ സമ്മതത്തോടെയും അനുവാദത്തോടും കൂടി ഈ യോഗത്തെ നിയന്ത്രിക്കുന്നതിനായി പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റ് സുബണ്ണ ആൽവയെ ക്ഷണിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവർ, അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടന സെഷൻ നടക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദരണീയനായ മഞ്ചേശ്വരം MLA AK മസ്റഫുകളെ ആദരവ് ക്ഷണിക്കുകയാണ്. പ്രിയരെ, സപ്തഭാഷാ സംഗമ ജില്ലയിൽ പേരിനെ അനർത്ഥമാക്കുന്ന പൊതുപ്രവർത്തകനും വാഗ്മിയും സാമൂഹിക സന്നദ്ധ പ്രവർത്തന മേഖലയിലെ നിറ സാന്നിധ്യം. ഈ ഉദ്യമ വിജയത്തിനായി അനവധി സഹായകരങ്ങൾ നീട്ടിത്തരികയും ചെയ്ത ഈ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം MLA AK അഷ്റഫ് അവരുടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഗ്രീൻ പാർക്ക് ഇക്കോ ബാങ്കിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കേരളത്തിന്റെ ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്റ് വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർകൾ ഓൺലൈനായി നമ്മുടെ മുമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. വേദിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ ഇവിടെ പ്രസംഗിച്ച് മടങ്ങി. പുത്തേ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്നു. കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാത ടീച്ചർ അടക്കമുള്ള ജനപ്രതിനിധികളും ഈ നാട്ടിലെ ബഹുമാന്യരായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ജോയിന്റ് ഡയറക്ടർ അടക്കമുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ സംഗമിക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. പുത്തിക പഞ്ചായത്തിന്റെ അനന്തപുരം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പൊതുപ്രവർത്തന രംഗത്ത് കടന്നു വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ 5 വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കാലയളവിലൊക്കെ വ്യത്യസ്തമായ ഒരുപാട് പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ ഇവിടെ വന്നിരുന്നു. ഈ MLA അതിനുശേഷം കേരളത്തിന്റെ ബഹുമാന്യനായ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ ശ്രീ രാജീവ് അവറുകൾ ഉദ്ഘാടനം നിർവഹിച്ച ഒരുപാട് പദ്ധതികളും, അതിനിടയിൽ നമ്മളൊക്കെ ഏറെ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് ജനപ്രതിനിധികളായാലും സൊസൈറ്റിയിലുള്ള ആളുകളായാലും മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മികച്ച പദ്ധതി നമ്മുടെ നാട്ടിൽ വരണം എന്നുള്ളത് കാലങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമാണ്. ഞാൻ കേരളത്തിന്റെ അതിർത്തിയിലെ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായ കാലത്ത് എല്ലാ പഞ്ചായത്തുകളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കേരളത്തിന്റെ അതിർത്തി ഇന്ത്യയിലെ ഒരു ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി 2 വർഷക്കാലം നല്ല തയ്യാറെടുപ്പ് നടത്തിയ ഒരാളായിരുന്നു. അതിന്റെ ഭാഗമായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും സന്നദ്ധ സംഘടനകളെയും പൊതുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എന്റെ മഞ്ചേശ്വരം ശുചിത്വ മഞ്ചേശ്വരം എന്ന് പറയുന്ന ഒരു വലിയ
ക്യാമ്പയിൻ മാസങ്ങളോളം നടത്തുകയുണ്ടായി. കേരളത്തിന്റെ ചലച്ചിത്ര പുരസ്കാരം നേടിയ ആ വർഷം ശ്രീ ഇന്ദ്രൻസിനെ കൊണ്ടുവന്ന് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ശുചിത്വത്തിന്റെ മികച്ച ഒരു പ്രോഗ്രാമൊക്കെ നടത്തിയ ഓർമ്മകൾ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോഴും 5 വർഷം പൂർത്തീകരിച്ച് പടിയിറങ്ങും മനസ്സിലുണ്ടായ ഒരു വിഷമം, അപ്പോഴും മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളും ജനങ്ങളുടെ ആക്രോശങ്ങളൊക്കെ കേട്ടുകൊണ്ടാണ് പടിയിറങ്ങിയത്. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻമാരും ബന്ധപ്പെട്ട ജനപ്രതികളൊക്കെ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹമാണ് റോഡിനേക്കാളും പാലത്തെക്കാളും വെളിച്ചത്തെക്കാളും ആ നഗരം ഇല്ലെങ്കിൽ അവരുടെ പരിധി ശുചിത്വമായി മാറണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. കേരളത്തിന്റെ അസംബ്ലിയിൽ പോലും പലവട്ടം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് സാക്ഷരതയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ്, IT രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്റ്റേറ്റ്, ആരോഗ്യ രംഗത്ത് ഇന്ത്യക്ക് മോഡലായ ഒരു സ്റ്റേറ്റ്. നമ്മൾ എന്തുകൊണ്ട് ശുചിത്വ മേഖലയിൽ ഇപ്പോഴും ഇന്ത്യയിൽ നമ്പർ 1 സ്റ്റേറ്റായി മാറാൻ കഴിയുന്നില്ല എന്നുള്ള ചർച്ച പലപ്പോഴും നിയമസഭയിൽ പോലും നടന്ന കാര്യമാണ്. നമ്മൾ ഈ അടുത്ത നാളുകളിൽ കാണുന്ന സന്തോഷകരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് വലിച്ചെറിയുന്ന മാലിന്യം അതൊരു വരുമാനമാക്കി മാറ്റാൻ കഴിയും, അത് റീസൈക്കിൾ ചെയ്ത് കൃത്യമായി പലർക്കും ജോലി നൽകാൻ കഴിയുമെന്നുള്ള ഏറ്റവും മികച്ചൊരു കോൺസെപ്റ്റാണ് നമ്മൾ പുതിയ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ പാർക്ക് ഇക്കോ ബാങ്ക് മാലിന്യ സംസ്കരണ മേഖലയിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് ക്ലീൻ കേരള. ക്ലീൻ കേരളയുടെ MD അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരേറ്റവും കൃത്യമായി മികച്ച ഹോംവർക്കോട് കൂടി കേരളത്തിന് സമർപ്പിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ അനന്തപുരത്ത് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഔപചാരികമായി നാട് ഏറ്റുവാങ്ങുന്നത്. ഞങ്ങൾ ഇതിന്റെ മിനിസ്റ്റർ അസാന്നിധ്യത്തിൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് നാടമുറിച്ചതിന്റെ അകത്ത് പോയപ്പോൾ ഞങ്ങൾ അത്ഭുതത്തോടു കൂടി വളരെ മനോഹരമായി ഈ സംവിധാനത്തിന്റെ ഒരു ആദ്യഘട്ടം ഞങ്ങൾക്കൊക്കെ നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചു. അതിനേക്കാളും ഏറെ സന്തോഷം എന്ന് പറയുന്നത് ഇത് മുഖാന്തരം ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്നു. ഇന്നിവിടെയും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനത്തിന്റെ ഒരു ചെറിയ വിഹിതം കൈമാറ്റം നടക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളം എല്ലാ രംഗത്തും ഇന്ത്യക്ക് മാതൃകയായ ഒരു സ്റ്റേറ്റ് എന്ന് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന കൂട്ടത്തിൽ ശുചിത്വ മേഖലയിലും കേരളത്തെ പഠിക്കാനും കേരളത്തെ പകർത്താനും അന്യ സംസ്ഥാനങ്ങൾ വരുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് സഞ്ചരിക്കുന്നതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ് ഗ്രീൻ പാർക്ക് ഇക്കോ ബാങ്കിന്റെ അതിർത്തിയിലെ മണ്ഡലത്തിൽ അനന്തപുരത്തെ ഈ പദ്ധതി എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. സംഘാടകർ നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത്. മിനിസ്റ്റർ ഉദ്ഘാടനവും ജില്ലയിലെ എല്ലാ MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി കൃത്യമായി അവർ തയ്യാറെടുപ്പ് നടത്തിയത്. അപ്രതീക്ഷിതമായി മിനിസ്റ്റർക്ക് നല്ല പനി, ഞാനും രാവിലെ സംസാരിച്ചിരുന്നു. പനിയായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തൊരു സാഹചര്യവും ജില്ലയിലെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെക്കേണ്ട വന്നു. എന്തായാലും നമ്മൾ ഇന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിക്കുന്ന നമുക്കറിയാം മാലിന്യം വലിച്ചെറിയുന്നത് കൊണ്ടുള്ള പുതിയ കാലത്തിന്റെ നമ്മൾ കേൾക്കാത്ത രോഗങ്ങൾ പോലും തിരിച്ചു വരുന്നു. നമ്മൾ കുഴിച്ചു മൂടിയ രോഗങ്ങൾ പോലും തിരിച്ചു വരുന്നു. ആരോഗ്യ രംഗത്ത് നമ്മൾ എല്ലാത്തിൻ്റെയും അവസാനം നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ശുചീകരണമില്ലാത്ത കാരണം കൊണ്ടാണ് ഈ രോഗം തിരിച്ചു വന്നത് എന്ന്. നമുക്ക് തീർച്ചയായും ഈ മികച്ച പദ്ധതിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഏതാനും ദിവസങ്ങൾക്കകം ഇലക്ഷൻ പ്രഖ്യാപിക്കും. പുതിയ ഭരണസമിതി വരും. ആവേശത്തോടു കൂടി കേരളത്തിലേക്കൊക്കെ ആളുകൾ കടന്നു വരുമ്പോൾ കേരളത്തിലെ അതിർത്തി ജില്ല, അതിർത്തി മണ്ഡലം, അതിർത്തി മേഖല ഏറ്റവും മികച്ച നമ്മുടെ ശുചിത്വത്തിന്റെ മികച്ച ഒരു നഗരവും നാടുമാക്കി മാറ്റാൻ ഗ്രീൻ പാർക്കിന്റെ ഈ ഇക്കോ ബാങ്ക് പോലെയുള്ള പദ്ധതികളിലൂടെ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു നമ്മുടെ സൊസൈറ്റിയിൽ ഹരിത കർമ്മസേന അവരുടെ പ്രവർത്തനം പലപ്പോഴും MLA ആയി എൻ്റെ സ്വന്തം ബൂത്തിലും നാട്ടിലൊക്കെ ഞാൻ കടന്നു പോകുമ്പോൾ അവരിങ്ങനെ ഗ്രീൻ യൂണിഫോമോട് കൂടി കാണുന്ന അവരുടെ സേവനം കാണാറുണ്ട്. ഏറ്റവും നമ്മൾ സൊസൈറ്റിയിൽ ചേർത്ത് നിർത്തേണ്ടത് ഹരിത കർമ്മസേന അംഗങ്ങളെയാണ്. അവരുടെ പ്രവർത്തനത്തെ മഞ്ചേശ്വരം MLA എന്ന നിലയ്ക്ക് ഞാനൊരു ബിഗ് സല്യൂട്ടോട് കൂടി അവരെ അഭിനന്ദിക്കുന്നു.
നിയമസഭയിൽ പോലും ചില ചർച്ച വന്നപ്പോൾ അവരുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ വേതനവും അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ ശ്രമിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തുടർന്നും തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇടപെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം മിനിസ്റ്റർ ഓൺലൈനായി നിർവഹിച്ചതാണ്. ഇതിന്റെ മിനിസ്റ്റർക്ക് പകരമായി നിർവഹിച്ച നാടമുറിക്കലും പിന്നെ ശിലാഫലകത്തിന് അനാച്ഛാദനവും നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്ന എന്റെ വാക്കുകൾക്ക് വിരാമം. ജയ് ഹിന്ദ്. ഹൃദയപൂർവമായ നന്ദി. ബഹുമാനനായ മഞ്ചേശ്വരം മണ്ഡലം MLA AKM അഷ്റഫ് ഷാ. മാലിന്യ നിർമ്മാർജ്ജന മേഖലയിൽ കാതലായി അടിത്തറയായി പ്രവർത്തിക്കുന്ന LSGDയിലെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങളെ നിരന്തരം വിലയിരുത്തുകയും ഏകോപിപ്പിക്കുകയും വൃത്തിയുള്ള കാസർഗോഡിനായി നിരന്തരം പ്രവർത്തിക്കുകയും ക്ലീൻ കേരള പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണയും നിർദ്ദേശങ്ങളും നൽകി വരികയും ജില്ലാ പ്രവർത്തനങ്ങൾക്ക് അതിന്റെ പൂർത്തീകരണത്തിനും സദാസമയം ഇടപെടുകയും ചെയ്ത നമ്മുടെ സ്വന്തം JD ഷൈനി ആർ അവർകളെ ക്ഷണിച്ചു ലാഭവിഹിതം നൽകുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയരെ, മാലിന്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തന മികവ് പുലർത്തുന്ന ക്ലീൻ കേരള കമ്പനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലൂടെ ഷെയർ സ്വരൂപിച്ചിട്ടാണ് 2013 ഡിസംബർ 10 പ്രവർത്തനം ആരംഭിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച മുന്നേറ്റം നേടാൻ ക്ലീൻ കേരള കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അജൈവ പാഴ്വസ്തു സമയക്ലിപ്തതയോടെ ശേഖരിക്കുകയും ശാസ്ത്രീയ വശങ്ങളിലൂന്നി ഹരിത ട്രിബ്യൂണൽ മാനദണ്ഡത്തോടെ സംസ്കരിക്കുകയും ചെയ്യുന്ന ക്ലീൻ കേരള കമ്പനിയുടെ 2017-18 റിപ്പോർട്ട് പ്രകാരമുള്ള ലാഭവിഹിതമാണ് ജില്ലയിലെ ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്നത്. ആദ്യമായി വിഹിതം നൽകുന്നത് നീലേശ്വരം നഗരസഭയുടെ ക്ലീൻ സിറ്റി മാനേജർ ബഹുമാനനായ HS പ്രകാശിനെ നീലേശ്വരം ഗ്രാമസഭയുടെ ഷെയർ സ്വീകരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. സമ്മാന ഷെയർ നൽകുന്നത് ആദരണീയായ JD ഷൈനി ആർ അവർകളാണ്. തുടർന്ന് നമ്മുടെ ഇതേ മണ്ഡലത്തിലെ മുനിസിപ്പാലിറ്റിയായ കാസർഗോഡ് നഗരസഭയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ വിഹിതം സ്വീകരിക്കുന്നത്. അത് സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർകൾ യോഗ സംബന്ധമായി അടിയന്തരമായി പോകാനുള്ളതുകൊണ്ടാണ് അവര് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ കാസർഗോഡ് നഗരസഭയുടെ ബന്ധപ്പെട്ട ഹരിതകർമ്മസേന കൺസോഷ്യം ഭാരവാഹികൾ വേദിയിൽ വന്ന് ചെക്ക് ഏറ്റുവാങ്ങണമെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളുകയാണ്. തുടർന്ന് നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കുള്ള ഷെയർ വിതരണമാണ് ഇവിടെ നൽകുന്നത്. ഏറ്റുവാങ്ങാൻ വേണ്ടി കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആദരണീയായ ചെയർപേഴ്സൺ ബഹുമാന്യ സുജാത KV ആറുകളെ സ്വാഗതം ക്ഷണിച്ചു കൊള്ളുകയാണ്. ഷെയർ സ്വീകരിച്ച 3 നഗരസഭയ്ക്കുമുള്ള പ്രത്യേക അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. 2 വാക്ക് സംസാരിക്കാനും ആശംസ അറിയിക്കാനും വേണ്ടി ബഹുമാനനായ JD ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുന്നത് ഈ സംരംഭത്തിന് സർക്കാരിന്റെ സംരംഭമാണ്. ഇതിനെല്ലാ വിജയാശംസകളും നേരുന്നു. ഈ സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കും ഇത് മുന്നോട്ട് നിൽക്കട്ടെ എന്നും നമ്മുടെ നാട് വളരെ വൃത്തിയുള്ളതും പ്ലാസ്റ്റിക് രഹിതവും മാലിന്യരഹിതവുമായിട്ട് തീരണമെന്നും ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തന മേഖലയിലും സാമൂഹ്യ സന്നദ്ധതയിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ സുജാത KV അവർകളെ ഈ യോഗത്തിന് ആശംസ അറിയിക്കുവാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. ക്ലീൻ കേരള കമ്പനിയുടെ ജില്ലയിലെ ആദ്യത്തെ സംരംഭമായിട്ടുള്ള ഈ സെഗ്രിഗേഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷ് അവർകൾ, അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ള മഞ്ചേശ്വരത്തിൻ്റെ MLA ശ്രീ AKM അഷ്റഫ്, പുത്തികെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുബണ്ണ ആൽവ, അതുപോലെ കാഞ്ഞങ്ങാട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി,
പുത്തികയുടെ വൈസ് പ്രസിഡന്റ് ജയന്തി ഉൾപ്പെടെ വേദിയിലുള്ള സദസ്സിലുമുള്ള ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ, ക്ലീൻ കേരള കമ്പനിയുടെ MD ഉൾപ്പെടെയുള്ള JD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അതുപോലെ കാസർഗോഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പ്രകൃതിയും സന്തോഷം പ്രകടിപ്പിക്കാവും അല്ലേ? മാലിന്യങ്ങൾ മുഴുവനും നീക്കം ചെയ്യുന്നതിലൂടെ ഭൂമിയെ സംരക്ഷിക്കുന്നതിന് ഒരു സന്തോഷം പ്രകൃതിയിടം എന്നുള്ള രൂപത്തിലായിരിക്കും ചെറിയൊരു ചാറ്റൽ മഴ ഈ ഒരു അവസരത്തിൽ വന്നു. എന്തായാലും നമുക്കറിയാം, ക്ലീൻ കേരള കമ്പനിയും അതുപോലെ തന്നെ സന്നദ്ധമായി വന്നിട്ടുള്ള ഒരുപാട് സംരംഭകരും ഈ ഒരു മാലിന്യ സംസ്കരണ രംഗത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനൊക്കെ പിന്തുണ എന്നുള്ളത് ഹരിതകർമ്മ സേന അംഗങ്ങളാണ്. ഓരോ വീടുകളിലേക്കും ഇടപെട്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മൾ കാണേണ്ടുന്നത് ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും കൂട്ടിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെയൊക്കെ ബെയിൽ ചെയ്ത് വെച്ചും സെഗ്രിഗേഷൻ ചെയ്തു വെച്ചും അല്ലെങ്കിൽ സെഗ്രിഗേഷനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതുമായ ടൺ കണക്കിന് മാലിന്യം കാണുമ്പോഴാണ് ഇതൊക്കെയും തന്നെ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ മണ്ണിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ളതിൻ്റെ ഭീകരത നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോഴും അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന അപൂർവം ആളുകളെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഭാവിയിൽ അവരും ഇതിന്റെ ഭാഗമായി വരും എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. കാരണം ആദ്യകാലത്ത് ഹരിതകർമ്മ സേനയെ അകറ്റി നിർത്തിയിരുന്ന വീട്ടുകാരുൾപ്പെടെ ഇന്ന് അവരുടെ വരവ് കാത്ത്, ആ മെസ്സേജ് കാത്ത് നിൽക്കുകയാണ്. എടുത്തു വെച്ച് ഇന്ന് ഈ മാസം എന്താണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് അവരുടെ കലണ്ടർ വെച്ച് കാത്തു നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കാത്തിരിപ്പിലേക്ക് അവരെ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ 100% ആളുകളും നമ്മുടെ ഭാഗമായി വരുന്ന ഈ ഒരു മാലിന്യ സംസ്കരണ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ തലത്തിലും അതുപോലത്തെ രൂപത്തിലും അതുപോലെ ക്ലീൻ കേരള കമ്പനിയെ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെയും നമുക്ക് സാധ്യമായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയും വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ്. ക്ലീൻ കേരള കമ്പനി എന്നുള്ളത് നഗരസഭയുടെ കൂടി ഒരു സ്ഥാപനമാണ്. കാരണം അതിൻ്റെ ഒരു വലിയ ഷെയർ ഹോൾഡർ ആയിട്ട് ഞങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അതിൻ്റെ ഷെയർ ഹോൾഡറായി മാറിയത്. ഇപ്പോഴോ ഈ ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ ഗുണഫലം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇനി ഭാവിയിലും അത്തരത്തിൽ കൂടുതൽ പഞ്ചായത്തുകളും കൂടുതൽ നഗരസഭകളും ഈ കമ്പനിയുടെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിൻ്റെ മേഖലയിൽ വളരെ മുന്നോട്ട് പോകട്ടെ എന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ MLA പറഞ്ഞതുപോലെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാണുക, എവിടെയെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊന്നും, അവിടങ്ങളിലുള്ള ഗ്രാമങ്ങളൊക്കെ ഇപ്പോഴും പലയിടത്തും മാലിന്യ കൂമ്പാരങ്ങളുള്ള പ്രദേശങ്ങളാണ്. ഇതുപോലെ ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഒരു സ്ഥാപനം കൊണ്ടുവരുന്നു, അത് റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് സംഭരിച്ച്, ഞാൻ ഇൻഡോറിലൊക്കെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇൻഡോറിൽ ഒരു വിസിറ്റ് നടത്തിയപ്പോൾ എന്നെ കൂടി അതിന്റെ ഭാഗമാക്കിയിരുന്നു. അപ്പോഴൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് ഗ്രാമങ്ങളുടെ ഉൾഭാഗങ്ങളൊക്കെ ഇപ്പോഴും മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ടൗണുകളിൽ, അതായത് റെസിഡൻഷ്യൽ ഏരിയകളിൽ നിന്ന് കൃത്യമായിട്ട് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്ത് ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് അവിടെ വലിയ തോതിലുള്ള സെഗ്രിഗേഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഭൂമിയുടെ ഒരു അത്ര തന്നെ ഭൂമിയൊന്നും നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജനസാന്ദ്രത വളരെ കൂടുതലാണ്. അവിടെ 10,000-കണക്കിന് ഏക്കർ സ്ഥലത്താണ് മാലിന്യ സംസ്കരണം മാത്രം ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെയൊരു സംവിധാനത്തിലേക്ക് പോകാൻ നമുക്ക് ചില പരിമിതികൾ ഉണ്ടെങ്കിലും നമ്മുടെ ഗ്രാമങ്ങളും എല്ലാം മാലിന്യ സംസ്കരണത്തിൽ പങ്കാളികളാകുന്നു, അല്ലെങ്കിൽ മാലിന്യമുക്തമാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അത് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇനിയും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഹരിതകർമ്മ സേനാ അംഗങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു സൈന്യമാണ്, നമ്മുടെ ഒരു സേനയാണ്. ആ സേനയെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ എടുത്ത നാൾ വഴികളൊക്കെ നിങ്ങൾക്കറിയുന്ന വരുമാന വർധനവിനേക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇനോക്കുലം നിർമ്മിക്കുന്ന യൂണിറ്റുകളുണ്ട്. ഇപ്പൊ സ്റ്റീൽ പാത്രങ്ങളും ഇവിടെ പറഞ്ഞല്ലോ, ബേബേജി പറഞ്ഞില്ലേ, പേപ്പർ ഗ്ലാസ് എന്നൊക്കെ ഓരോ വീടുകളിലൊക്കെ നടക്കുന്ന പരിപാടികളിലൊക്കെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പരിഹാരം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഹരിതകർമ്മ സേനയുടെ അടുത്തുണ്ട്, ഞങ്ങൾക്കും ഉണ്ട് 1000 സ്റ്റീൽ പ്ലേറ്റുകളും 2000 സ്റ്റീൽ ഗ്ലാസുമായിട്ട് അവരും ഒരു റെന്റൽ യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാതൃകാപരമായി
മാതൃകാപരമായി ഒരുപാട് പഞ്ചായത്തുകളിൽ ഉണ്ടെന്നറിയാം. അതൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പം എല്ലാവിധ ആശംസകളും ക്ലീൻ കേരള കമ്പനിയുടെ ഈ ഒരു പുതിയ സംരംഭത്തിന് കൂടുതൽ മികവാർന്ന നേട്ടങ്ങളിലേക്ക് കേരളത്തെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് അവരെ ആശംസിക്കുന്നു. അതോടൊപ്പം എല്ലാ പഞ്ചായത്തുകളും ഈ ഒരു മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ ഇനിയും മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഇവിടെ തന്നിട്ടുള്ള നമ്മൾക്ക് തന്നിട്ടുള്ള വിഹിതത്തിന് സമ്മാനത്തിന് നന്ദി കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നന്ദി ശ്രീമതി സുജാത ടീച്ചർ. അതോടൊപ്പം തന്നെ വേദിയിൽ അടുത്തായി നടക്കാൻ പോകുന്നത് ക്ലീൻ കേരളയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി സഹകരിച്ച് ചെയ്യുന്ന നഗരസഭയുടെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളുടെയും മികച്ച പ്രവർത്തനത്തിലുള്ള അവാർഡ് വിതരണമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്കെല്ലാവർക്കും അറിയാം, മാലിന്യ സംസ്കരണത്തിന് ഏറ്റവും വലിയ ഒരു ഉപാധിയാണ് തരംതിരിവ് എന്ന ഒരു മേഖല. ആ മേഖലയിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും ജില്ലയിൽ നഗരസഭയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്ത നമ്മുടെ ഏറ്റവും കൂടുതൽ തരംതിരിവ് നൽകുന്ന നീലേശ്വരം നഗരസഭ അനിഷേധ്യനായ നമ്മുടെ MLA AKM അഷ്റഫ് അവരുകളെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളെയും ഹരിതകർമ്മസേന കൺസോർഷ്യത്തെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. നീലേശ്വരം നഗരസഭ 2018 ഒക്ടോബർ 2-നാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം തുടങ്ങിയത്. കുടുംബശ്രീ മുഖേന തെരഞ്ഞെടുത്ത 32 അംഗങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായത്. കുടുംബശ്രീ മുഖേന അംഗങ്ങളെ തെരഞ്ഞെടുത്ത് ഹരിതകർമ്മസേന പ്രവർത്തനം തുടങ്ങിയ ആദ്യ നഗരസഭ നീലേശ്വരമാണ്. ഈ കാലയളവിൽ 32 എന്നുള്ളത് 64 അംഗങ്ങളായി മാറാൻ പിൽക്കാലത്ത് സാധിച്ചിട്ടുണ്ട്. വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്നത്, കടകളിൽ നിന്ന് എടുക്കുന്ന മാലിന്യങ്ങൾ RF തരംതിരിക്കുന്നു. മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് നീലേശ്വരം നഗരസഭ കാഴ്ചവെച്ചത്. നന്ദി നീലേശ്വരം ഗ്രാമസഭ. അടുത്തതായി പഞ്ചായത്ത് തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് തരംതിരിവ് ഏറ്റവും കൂടുതൽ ക്ലിനിക്കുകൾക്ക് നൽകുന്ന കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്തിന് ഉപഹാരമാണ് നൽകുന്നത്. ഏറ്റുവാങ്ങാൻ വേണ്ടി കിനാനൂർ ഗ്രാമപഞ്ചായത്ത് വനസമിതിയെയും അതുപോലെ തന്നെ ഹരിതകർമ്മസേന കൺസോർഷ്യം അംഗങ്ങളെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. സമ്മാനം നൽകുന്നത് ബഹുമാനനായ നമ്മുടെ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് അവർകളാണ്. ജില്ലയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയ്ക്ക് ഒട്ടനവധി പുരസ്കാരങ്ങളാണ് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് വരുമാനം നേടിയ ഗ്രാമപഞ്ചായത്ത്, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ബ്ലോക്കിലെ മികച്ച കൺസോർഷ്യം, ജില്ലയിലെ മികച്ച കൺസോർഷ്യം, ഹരിതമിത്രം ആപ്പ് ജില്ലയിൽ ആദ്യമായി പൂർത്തീകരിച്ചിട്ടുള്ള പുരസ്കാരം, വനിതാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ഹരിതകർമ്മസേന സംഗമത്തിൽ മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം തുടങ്ങിയ അവാർഡുകൾ ഇതിനോടകം ഹരിതകർമ്മസേനയ്ക്ക് നേടാൻ ആയിട്ടുണ്ട്. തുടർന്ന് നമ്മുടെ ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അജൈവ മാലിന്യങ്ങൾ ക്ലീനുകളെ കൈമാറിയ നഗരസഭയും ഗ്രാമപഞ്ചായത്തെയും അനുമോദിക്കുകയാണ്. ആദ്യമായി ഏറ്റവും കൂടുതൽ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ക്ലീനുകളെ കൈമാറിയ കാഞ്ഞങ്ങാട് നഗരസഭയ്ക്കുള്ള ഉപഹാരമാണ് നൽകുന്നത് നമ്മുടെ ബഹുമാനയായ MLA AKM അഷ്റഫ് സാഹിബ് അവர்களാണ്. ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികളെയും ഭരണസമിതികളെയും സാദരം ക്ഷണിക്കുകയാണ്. ഏറ്റവും മികച്ച നഗരസഭ, മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം, ഗാർഹിക ഉറവിട ജൈവമാലിന്യ സംസ്കരണ ഉപാധികൾ സ്ഥാപിച്ച മികച്ച നഗരസഭ, ഹരിത വിദ്യാലയ പദവിയിൽ മികച്ച നഗരസഭ, ഹരിത ടൗൺ പദവിയിൽ മികച്ച നഗരസഭ എന്നീ നിരവധി ബഹുമതികളാണ് കാഞ്ഞങ്ങാട് നഗരസഭയെ തേടിയെത്തിയത്. ഇതിനു പിറകിൽ പ്രവർത്തിക്കാൻ 101 ഹരിതകർമ്മസേന അംഗങ്ങളുമുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിന് നല്ല പിന്തുണയുമായി മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയും കൂടെയുള്ളതാണ്. തുടർന്ന് വേദിയിൽ അജൈവ മാലിന്യ ശേഖരണം പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ കൈമാറുന്ന പഞ്ചായത്ത് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളെയും ബന്ധപ്പെട്ടവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സമ്മാന വിതരണം നൽകുന്നത് ബഹുമാന്യനായ MLA AKM അഷ്റഫ് സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും ക്ഷണിച്ചുകൊള്ളുകയാണ്.
പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 17 വാർഡുകളിലായി 34 ഹരിതകർമ്മ സേനാംഗങ്ങളാണുള്ളത്. 17 വാർഡുകളിലായി 34 മിനി MCF-ഉം 45 പോർട്ടൽ ബൂത്തുകളും ഉണ്ട്. MCF-ൽ ബെയിലിംഗ് മെഷീൻ, കൺവെയർ ബെൽറ്റ് തുടങ്ങിയ എല്ലാത്തര സൗകര്യങ്ങളും ലഭ്യമാണ്. ക്ലീൻ കേരള കമ്പനിക്ക് ഏറ്റവും കൂടുതൽ അജൈവ മാലിന്യങ്ങൾ കൈമാറിയ മികച്ച പഞ്ചായത്ത് എന്നുള്ള ബഹുമതിയാണ് അവർക്ക് ലഭിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ പിന്തുണയും ഇവർക്ക്, എല്ലാ സഹായങ്ങളും സപ്പോർട്ടും ഇവർക്ക് ചെയ്തു വരുന്നുണ്ട്. ജില്ലയിലെ തരംതിരിവും അജയ്യമായ മാലിന്യ ശേഖരത്തിലുള്ള അനുമോദന ചടങ്ങ് ഇവിടെ അവസാനിച്ചായി അറിയിച്ചോളുന്നു. തുടർന്ന് നമ്മുടെ വേദിയിൽ കഴിഞ്ഞ ദിവസങ്ങളായി ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. സ്റ്റാറ്റസ് വെക്കൂ സമ്മാനം നേടൂ എന്ന ഒരു പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു നറുക്കെടുപ്പ് കൂടി ഇവിടെയുണ്ട്. അതിൽ വിജയികളായ 2 പേർക്ക് ഇവിടെ ഒരു സമ്മാന വിതരണം കൂടി ഉണ്ടായിരിക്കുന്നതാണ്. നറുക്കെടുപ്പ് നടത്തുന്ന നമ്മുടെ ബഹുമാന്യനായ മാനേജിംഗ് ഡയറക്ടർ സുരേഷ് കുമാർ അവർ അദ്ദേഹത്തെ അതേപോലെ ക്ഷണിച്ചുകൊള്ളുകയാണ്. സിന്ധു ഫോൺ നമ്പർ 96 56 48 70 57. രമണി ബി 82 81 46 90 86. ബഹുമാനനെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സാർ അതിന്റെ സമ്മാന വിതരണം കൂടി ഈ വേദിയിൽ വെച്ച് നടത്തുകയാണ്. അതിന്റെ സമ്മാനം ഇവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നീട് തരുന്നതാണ്. അടുത്തായി നമ്മുടെ ഈ വേദിയിൽ നടക്കാൻ പോകുന്നത് സംസ്ഥാന തലത്തിൽ ക്ലീൻ കേരളയെ സഹകരിച്ച് ചെയ്യുന്ന മികച്ച ഏജൻസിയെ ആദരിക്കലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഏജൻസി നമ്മുടെ സംസ്ഥാന തലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും മാതൃകാപരമായി അജൈവ മാലിന്യ ശേഖരത്തിൽ പ്രവർത്തിച്ചു പോകുന്ന എക്കോ വേൾഡ് ആണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. സമ്മാന വിതരണം നൽകുന്ന നമ്മുടെ ബഹുമാന്യനായ MLA അവർകളാണ്. ഏറ്റുവാങ്ങാൻ വേണ്ടി എക്കോ വേൾഡിന്റെ എക്കോവേൾഡിന്റെ ഇബ്രാഹിം ക്ഷണിച്ചിരുന്നു. ഭൂമിശാസ്ത്രം ഭൂമിയുടെ ശാസ്ത്രമാണ്. ഒരു ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ, മണ്ണും വീണ്ടും ജലവും മാലിന്യമുക്തമാക്കാൻ, മാലിന്യമുക്ത കേരളം രചിക്കാൻ ഒരു വ്യാഴവട്ടക്കാലമായി മാലിന്യത്തെ സ്നേഹിച്ച് അതിനെ വിപുലമാക്കി മാറ്റിയ എക്കോവേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് സ്ഥാപനം മാലിന്യ സംസ്കരണ മേഖലയിൽ പുതുചരിത്രം രചിച്ച് 200-ൽ പരം പേർക്ക് തൊഴിൽ നൽകി അവരെ സാമ്പത്തികമായി ശാക്തീകരിച്ച് സമൂഹത്തിൽ അവർക്കും ഒരു സ്ഥാനം നേടിക്കൊടുത്ത് ശീലം മാറ്റൂ ഭൂമിയെ രക്ഷിക്കൂ എന്ന പ്രതിജ്ഞയോടെ സമഗ്രമായി പ്രകൃതി സംരക്ഷണത്തിന്റെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഇരു കൈകളും അടിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി സാക്ഷികളാകാം. സന്തോഷപൂർവ്വം ഈ ഒരു അവാർഡ് ഇവിടെ നൽകുകയാണ്. അടുത്ത ഈ വേദിയിൽ നമ്മുടെ ഈ ഒരു മനോഹരമായ പ്ലാന്റ് ഒരുക്കി തന്ന ഈ പ്ലാന്റിന്റെ നിർമ്മാതാക്കളായ HLL-നെ നമ്മളിവിടെ അനുമോദിക്കുകയാണ്. അനുമോദനം നൽകുന്നത് ചെയർപേഴ്സൺ അവർകൾ ശ്രീമതി സുജാത ടീച്ചർ അവർകളാണ്. അദ്ദേഹത്തെയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി HLL-ന്റെ പ്രതിനിധികളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുകയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനവും കേരള സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയുമാണ് HLL ലൈഫ് കെയർ ലിമിറ്റഡ്. 1966 സ്ഥാപിതമായി തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന HLL ആരോഗ്യരംഗത്ത് പലതരത്തിലുമുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള സ്ഥാപനമാണ്. HLL ലഭിച്ചിട്ടുള്ള
പൂർത്തീകരിച്ച PMC പ്രൊജക്ടുകളിൽ ഒന്നാണ് ഈ സ്ഥാപനം. ബഹുമാന്യരെ, ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും ആശംസയും അഭിവാദ്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി ആശംസിക്കുന്നതിനായി നമ്മുടെ ഒരു പ്ലാന്റുമായി ബന്ധപ്പെട്ടും ജില്ലയിലെ മാലിന്യ സംസ്കരണ മേഖലയിലും മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുകയും നമ്മുടെ ജില്ലയിലെ ഹരിതകർമ്മ സേനയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും മാലിന്യ സംസ്കരണ മേഖലയിൽ ഉദാത്ത മാതൃകയായി മാറിയ നമ്മുടെ ജില്ലാ മാനേജർ മിഥുൻ ഗോപി അവർകളാണ്. അവർകളെ നന്ദി ആശംസിക്കുന്നതിനായി ആദരപൂർവ്വം നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ക്ഷണിച്ചു കൊള്ളുകയാണ്. ക്ലീൻ കേരള കമ്പനിയുടെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞിരിക്കുന്നത്. കുറേ വർഷക്കാലത്ത് നമ്മുടെ സ്റ്റേറ്റ് ടീമിൻ്റെയും ജില്ലാ ടീമിൻ്റെയും വലിയൊരു അധ്വാനമാണ്. അതിൽ ഒരുപാട് കഷ്ടപ്പാട് പിറകിലുണ്ടായിരുന്നു. ഇന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ MP രാജേഷ് അവറുകൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വീഡിയോ വഴി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. സാറിന് ആദ്യം തന്നെ സാറിൻ്റെ അസാന്നിധ്യത്തിൽ നന്ദി അർപ്പിക്കുന്നു. നേരത്തെ സമ്മാനം നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ മിസ്സായ ആള് വന്നിട്ടുണ്ട്. അവർക്കൊന്ന് സമ്മാനം നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സാർ സുരേഷ് സാർ നൽകുന്നതാണ്. പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീമതി ബേബി ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മാഡത്തിനെ ഔപചാരികമായി നന്ദി അർപ്പിക്കുന്നു. പരിപാടിയുടെ മുഖ്യാതിഥി ശ്രീ AKM അഷ്റഫ് MLA-ക്കും നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഒഫീഷ്യലായി വന്ന എല്ലാവരെയും ക്ലീൻ കേരള കമ്പനിയുടെയും ജില്ലയുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ക്ഷണിച്ച് ഇത്രയും ദൂരം വളരെ കഷ്ടപ്പെട്ട് സ്വന്തമായി ബസ്സൊക്കെ പിടിച്ച് നമ്മുടെ പ്ലാന്റ് കാണാൻ വന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വലിയൊരു നന്ദി പറയുന്നു. കാരണം അവരാണ് നമ്മുടെ ജില്ലയിലെ നമ്മുടെ സ്വത്ത്. ക്ലീൻ കേരള കമ്പനിയുടെ കൂടെ എല്ലാ പ്രതിസന്ധിയിലും എല്ലാ കാര്യത്തിലും നമ്മൾ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ എല്ലാ ഹരിതകർമ്മ സേനക്കാർക്കും കമ്പനിയുടെയും ജില്ലയുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി.